വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം വന്നേ എന്നാദ്യം പുരപ്പുറത്ത് കയറി വിളിച്ചു പറഞ്ഞവരെല്ലാം അന്തിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്നു വിൽപ്പന ഉടമ അറിയാതെയാണെന്ന്. 2000 കോടി മുടക്കിയിട്ട് കമ്പനിയുടെ ഓഹരി 13,000 കോടിക്ക് മറച്ചു വിൽക്കുന്ന കച്ചവടമാണ് കോർപ്പറേറ്റ് കച്ചവടം. പക്ഷേ 5000 കോടി മുടക്കുന്ന സർക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ലത്രേ. കഴകക്കാരൻ ഊരായ്മക്കാരനാകും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കടലല മേലേ മോഹപ്പും കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. വിഴിഞ്ഞത്തെ അദാനി പോർട്സ് ഓഹരി വിൽക്കാൻ സർക്കാരിന്റെ അനുമതി വേണം. ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്ന മുഖ്യമന്ത്രി സഭയിൽ. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. 25% അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പൊ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. വിൽക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ വാങ്ങുന്നവൻ അത് അനുഭവിക്കാൻ ഇത്തിരി പ്രയാസപ്പെടും. 25 വർഷത്തേക്ക് സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും പവർ ഓഫ് അറ്റോർണി ഈ നിൽക്കുന്ന ടിയാനിലായതുകൊണ്ട് ഈ ടിയാൻ സിവിൽ കോർട്ടിൽ ഒരു ഇൻജങ്ഷൻ സൂട്ട് ഫയൽ ചെയ്താ മിനിമം ഒരു 6-7 വർഷം എടുക്കും വാങ്ങിയവന്റെ കാര്യമൊന്ന് തീരുമാനമാകാൻ. അതാണ് ഇങ്ങനൊരു കമ്പനിയുമായിട്ടുള്ള ഒരു മൊണോപ്പൊളി സാധ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 2035 മുതലാണെങ്കിലും നമ്മുടെ സർക്കാരിന് വരുമാന വിഹിതം കിട്ടണമല്ലോ. അതിന് കൃത്രിമമായി കുറവ് വരുത്താനും ഇടയാകില്ലേ എന്നതും നാം ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിന്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താനെന്താ നോക്കണേ? വാരിയുടെ 6 അടി പോരെ നീലെന്നെ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവണോ? അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. മുഖ്യനാകും മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് മംഗലാപുരത്ത് പോയെന്നോ മറ്റോ ഒരു കരക്കമ്പി ഇറങ്ങിയിരുന്നു. തികച്ചും വ്യക്തിപരം എന്നാണ് മുഖ്യൻ അതിനു നൽകിയ മറുപടി. വിഴിഞ്ഞം വിൽപ്പനയുമായി മംഗലാപുരം യാത്രയ്ക്ക് വല്ല ബന്ധവുമുണ്ടോ എന്നാണ് ദോഷൈകദൃക്കായ പ്രതിപക്ഷത്തിന്റെ ചോദ്യം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയിട്ട് അദാനി കമ്പനി ഉടമസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഓഹരി കൈമാറ്റത്തിന്റെ പ്രശ്നം അനൗപചാരികമായിട്ട് ചർച്ച ചെയ്തിരുന്നോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കും. ചെറിയ ഡീലല്ലാട്ടാ നടന്നിട്ടുള്ളത്. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കാ, എന്താ നിന്റെ ഉദ്ദേശം? കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് സഭയിൽ ആ ശങ്ക അറിയിക്കുമ്പോൾ മുഖപത്രത്തിന് ആ ശങ്ക ഒന്നുമില്ലായിരുന്നു. വിഴിഞ്ഞം നമ്മുടെ കുട്ടി എന്നായിരുന്നു പാർട്ടി മുഖപത്രം പറഞ്ഞത്. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നതിന് മുമ്പ് ഒന്ന് പാർട്ടി ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നത് നന്നായിരിക്കും. ഈ നിക്ഷേപമല്ലേ വരുന്നത്? ഈ നിക്ഷേപമല്ല, ഓഹരി വാങ്ങിയാണ് നിലവിലുള്ളൊരു കമ്പനിയുടെ. പുതുതായിട്ട് എന്തെങ്കിലും നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നില്ല. ഓഹരി കൈമാറ്റ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. പക്ഷേ ദേശാഭിമാനിയിൽ ഇന്ന് ഇതേക്കുറിച്ച് വന്ന വാർത്തയാണ് കടകവിരുദ്ധം. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് വിദേശ നിക്ഷേപമെന്നാണ് ആ വാർത്ത. ദേശാഭിമാനിയില്ല, അതിന്റെ പാഠം എന്ന് വെച്ചാൽ കാള തെറ്റുന്നു കേൾക്കുമ്പോൾ കാരെടുക്കാനാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. തെറ്റിദ്ധരിച്ചു 13,000 കോടി രൂപ പുതിയ നിക്ഷേപമായിട്ട് കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും തെറ്റാ, അത് തിരുത്തിക്കോളും. എല്ലാം ശരിയാവും. ശരിയാവോ?